ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാസ്ഡാക്കിൽ എൻട്രി എടുക്കുന്നതിനെ പറ്റിയാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നാസ്ഡാക്കിൽ ഏത് ടൈം ഫ്രെയിമിലാണ് നമ്മൾ നോക്കുന്നത്, അതുപോലെ തന്നെ എൻട്രി കൺഫർമേഷൻ ഏതൊക്കെയാണ് നോക്കുന്നത്, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് മാർക്കറ്റ് ട്രെൻഡാണ്. ഓക്കെ അല്ലേ. ഇപ്പം നിങ്ങൾ ന്യൂയോർക്ക് സെഷനിലേക്ക് എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ എങ്കിലും എന്താണ് മാർക്കറ്റിലെ ട്രെൻഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മാർക്കറ്റിൽ ബയ്യേഴ്സ് ആണോ സ്ട്രോങ് ആയിട്ടുള്ളത്, അതുപോലെ സെല്ലേഴ്സ് ആണോ സ്ട്രോങ് ആയിട്ടുള്ളതെന്ന് അത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിലെ മേജർ ട്രെൻഡിനാണോ സാധ്യത കൂടുതൽ, അതുപോലെ മൈനർ ട്രെൻഡിനാണോ സാധ്യത കൂടുതൽ, കൗണ്ടർ ട്രെൻഡിനാണോ, ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയാണോ മാർക്കറ്റിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കോളും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞുതരാം എങ്ങനെയാണ് ട്രെൻഡ് നോക്കുന്നതെന്നുള്ളത്. ഓക്കെ അല്ലേ. നമ്മളിവിടെ നാസ്ഡാക്കിൽ എന്താണ് 5 മിനിറ്റിലാണ് ട്രെൻഡും കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കുവാണെങ്കിലും 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാർക്കറ്റിലെ ട്രെൻഡ്. ഇപ്പോൾ ഇവിടുത്തെ മുന്നത്തെ ട്രെൻഡോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ നോക്കുകയാണെങ്കിൽ തന്നെ കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റും. ഇവിടെ നിന്നൊക്കെ ബയ്യേഴ്സ് ആയിരുന്നു സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇപ്പോൾ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ബൈയിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ നിന്നൊരു പുതിയൊരു BOS കിട്ടിയിട്ടുണ്ടായിരുന്നു. ബൈയിലേക്കൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം നോക്കുകയാണെങ്കിലോ ഇവിടുന്ന് വീണ്ടും ബയ്യേഴ്സ് തന്നെ സ്ട്രോങ് ആയിരുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ്, ഫസ്റ്റ് മേജർ ഇൻഡ്യൂസ്മെൻറ്റ്, അതേപോലെ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ബയ്യിങ് സോണിലേക്ക് വന്നപ്പോൾ വീണ്ടും ബയ്യേഴ്സ് തന്നെ സ്ട്രോങ് ആയി. പ്രൈസ് വന്നെന്താണ് മേജർ ഹൈനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ബയ്യേഴ്സ് തന്നെയായിരുന്നു സ്ട്രോങ് ആയിട്ടുണ്ടായെന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട് നോക്കുവാണെങ്കിലും എന്താണ് ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അതിൽ ഏറ്റവും ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ബയ്യേഴ്സ് തന്നെയായിരുന്നു സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത്. വീണ്ടും മാർക്കറ്റ് വന്ന് ഹൈനെ തന്നെ ബ്രേക്ക് ചെയ്തു. ബൈയിലേക്കൊരു പുതിയൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഇല്ല. അപ്പോൾ നമ്മൾ ആ ചാർട്ട് നോക്കിയപ്പോൾ ഇതിന് മുന്നേക്ക് എന്താണ് ചാർട്ടിൽ ബയ്യേഴ്സ് ആയിരുന്നു സ്ട്രോങ് ആയിട്ടുണ്ടായെന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട് നോക്കുകയാണെങ്കിലോ മാർക്കറ്റ് വന്ന ചേഞ്ച് ഓഫ് ക്യാരക്ടർ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു. അതേപോലെ തന്നെ വീണ്ടും സെല്ലിലേക്കൊരു മേജർ ഇൻഡ്യൂസ്മെൻറ്റ് ഇവിടുന്ന് ക്രിയേറ്റ് ആയി. ഓക്കെ അല്ലേ. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ ഒരു മേജർ ഇൻഡ്യൂസ്മെൻറ്റും നമുക്കിവിടെ കിട്ടി. ഓക്കെ അല്ലേ. ഇവിടെ നമുക്ക് ആ ഒരു ട്രെൻഡ് കാര്യങ്ങളെ കറക്റ്റായിട്ട് മനസ്സിലായി. ഇനി എന്താണ് ഇവിടെ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയാണ് ഉള്ളതെന്ന് നമുക്ക് ഈ ഒരു ചാർട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാറേ. അപ്പോൾ നമ്മൾ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒരു തൊട്ട് മുന്നത്തെ ട്രെൻഡ് കാര്യങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ സെല്ലേഴ്സ് ആണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളത്. കാരണം ബയ്യേഴ്സ് ഒക്കെ സ്ട്രോങ് ആണെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറിൽ തന്നെ പ്രൈസ് മുകളിലോട്ട് പോകണമായിരുന്നു. ഇവിടുന്ന് വീണ്ടും എന്താണ് സെല്ലിലേക്ക് തന്നെ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തു. ഒരു മേജർ ഇൻഡ്യൂസ്മെൻറ്റും കൂടെ സെല്ലിലേക്ക് വന്നപ്പോൾ ട്രെൻഡ് റിവേഴ്സലിനാണ് സാധ്യത കൂടുതൽ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ന്യൂയോർക്ക് സെഷന് മുന്നേ എന്താണ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ട്രെൻഡ് റിവേഴ്സലിന് സാധ്യത ഉണ്ടെങ്കിൽ അതിലെ ലെവൽസാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിലെ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് അടുത്ത ട്രേഡ് നോക്കാൻ പറ്റിയ ഒരു ലെവൽ എന്ന് പറയുമ്പോൾ ഏതാണ് തൊട്ട് മുകളിലുള്ളൊരു സെൽ സോൺ, അതും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ന്യൂയോർക്ക് സെഷന് മുന്നേ തന്നെ എന്താണ് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ ന്യൂയോർക്ക് സെഷൻ 7 PM ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നത്തെ ട്രെൻഡ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇവിടെ സെല്ലേഴ്സ് ആണോ സ്ട്രോങ് ആയിട്ടുള്ളത്, ബയ്യേഴ്സ് ആണോ എന്നുള്ളത്. അതിനുശേഷം എന്താണ് അതിലെ ഫസ്റ്റത്തെ ലിക്വിഡിറ്റി ഞാനിവിടെ മാർക്ക് ചെയ്തു, സെല്ലിംഗ് സോണും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എൻട്രി കൺഫർമേഷനാണ്. ഇനി എൻട്രി കൺഫർമേഷൻ എങ്ങനെ എടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നാസ്ഡാക്കിൽ എൻട്രി കൺഫർമേഷൻ നോക്കുന്നത് 1 മിനിറ്റിലാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ട്രെൻഡിൽ നോക്കുകയാണെങ്കിൽ സെല്ലേഴ്സ് ആണ് സ്ട്രോങ് ആയിട്ടുള്ളതെന്ന് മനസ്സിലായി. ഫസ്റ്റത്തെ മേജർ ഇൻഡ്യൂസ്മെൻറ്റ് നമുക്കിവിടെ കിട്ടി. ഈ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ നേരെ എന്താണ് ചാർട്ട് 1 മിനിറ്റിലാണ് നോക്കേണ്ടത്. 1 മിനിറ്റിൽ നമുക്കിവിടെ കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ അല്ലേ. ഇപ്പോൾ 5 മിനിറ്റിൽ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നു. നമ്മളിവിടെ ഫസ്റ്റ് കൺഫർമേഷനായിട്ട് എടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ സെല്ലിലേക്കുള്ള ഇൻഡ്യൂസ്മെൻറ്റ് എന്നിരിക്കട്ടെ. സെല്ലിലേക്കുള്ള മേജർ ഇൻഡ്യൂസ്മെൻറ്റ് ഇതാണെങ്കിൽ നമ്മളിത് 5 മിനിറ്റിൽ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഇതിലേക്ക് വരുമ്പോൾ 1 മിനിറ്റിലാണ് കൺഫർമേഷനായിട്ട് നോക്കുന്നത്. അതിലെ ഫസ്റ്റത്തെ ഒരു കൺഫർമേഷനാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇവിടെ നിന്ന് എന്താണ് 5 മിനിറ്റിൽ ലിക്വിഡിറ്റിയിലേക്ക് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഇവിടെ ലാസ്റ്റ് കിട്ടിയ ബൈയിലേക്കുള്ള 1 മിനിറ്റിലെ പുൾ ബാക്ക് ഉണ്ടല്ലോ, ഇത് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടായിരിക്കും എടുക്കുന്നത് കേട്ടോ. അത് ഞാൻ ഈ ചാർട്ടിൽ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലായിക്കോളും. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ ലാസ്റ്റത്തെ പുൾ ബാക്ക് ഏതാണ് ബൈയിലേക്ക് വന്ന ലാസ്റ്റ് പുൾ ബാക്ക് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടായിരിക്കും ഇതുപോലെ എടുക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇതിന് ശേഷം ഒന്നിലധികം പുൾ ബാക്കുകൾ ബൈയിലേക്ക് വരുന്നുണ്ടെങ്കിലോ നോക്കിയേ, നമ്മളെപ്പോഴും ലാസ്റ്റത്തെ പുൾ ബാക്കാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ബൈയിലേക്ക് ഒന്നിലധികം പുൾ ബാക്കുകൾ പിന്നെയും വന്നു അല്ലേ.
ഒരു പുൾ ബാക്ക് പിന്നെയും വന്നപ്പോൾ ഈ ലാസ്റ്റത്തെ പുൾ ബാക്ക് ആയിരിക്കും നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇതിന് ശേഷം ഒരു പുൾ ബാക്കും കൂടെ വരുവാണെങ്കിലോ നമ്മുടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ മുകളിലോട്ട് മാറും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ എന്താണ്, വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോയി. ഹയസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഹൈനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ബൈയിലേക്ക് കിട്ടിയ ഈ ലാസ്റ്റത്തെ പുൾ ബാക്കാണ് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എൻട്രി എടുക്കാനുള്ള ഫസ്റ്റത്തെ ഒരു കൺഫർമേഷനാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കേട്ടോ. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. 5 മിനിറ്റിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം എന്താണ്, പ്രൈസ് മുകളിലോട്ട് വന്നു. ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഹൈയിലെ ലിക്വിഡിറ്റിയും സ്വീപ്പ് ചെയ്തു. അതേപോലെ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റത്തെ കൺഫർമേഷനാണ്. ഇനി നമ്മൾ അടുത്തൊരു കൺഫർമേഷനും കൂടെ നോക്കിയിട്ടാണ് എൻട്രി എടുക്കുന്നത് കേട്ടോ. അത് ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഹൈയിലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇംബാലൻസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഓർഡർ ബ്ലോക്കുകളാണ് നമ്മൾ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷം കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാനിൽ നല്ല സ്ട്രോങ് ആയിരുന്നു, സെക്കൻഡ് ക്യാനിൽ തേർഡ് ക്യാനിൽ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്യാനിലും തേർഡ് ക്യാനും തമ്മിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല, നല്ലൊരു ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഈ ഒരു ക്യാനിൽ തന്നെയായിരിക്കും നമ്മളിവിടെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഇത് നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ പിന്നീട് എൻട്രി എടുക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയായിട്ട് മറ്റൊരു ഓർഡർ ബ്ലോക്കും നമുക്കിവിടെ കാണാനായിട്ട് പറ്റൂലേ അല്ലേ? ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, അടുത്തൊരു ഓർഡർ ബ്ലോക്കും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. മിറ്റിഗേറ്റ് ചെയ്യാത്ത ഒരു ഓർഡർ ബ്ലോക്കും ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതിനകത്തേക്ക് വന്ന് മിറ്റിഗേറ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് പിന്നീട് എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടുത്തെ ചാർട്ടിൽ നോക്കുകയാണെങ്കിലോ ആ ഒരു ഓർഡർ ബ്ലോക്കിന് ശേഷം എന്താണ് നോക്കി, ഫസ്റ്റത്തെ ഒരു ഓർഡർ ബ്ലോക്കിന് ശേഷം നോക്കുകയാണെങ്കിൽ രണ്ടാമതൊരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. തൊട്ട് താഴെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, ഒരു ലിക്വിഡിറ്റിയും കിട്ടിയിട്ടുണ്ട്. നാസ്ഡാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ലിക്വിഡിറ്റി അത്രത്തോളം നോക്കണമെന്നില്ല, ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് കാര്യങ്ങളൊന്നും അതുപോലെ കിട്ടണമെന്നില്ല. നമ്മൾ കൂടുതലായിട്ടും ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് എൻട്രി എടുക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? നമ്മളിവിടെ കൂടുതലും ഓർഡർ ബ്ലോക്കിലാണ് എൻട്രി എടുക്കുന്നത്. ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ന്യൂ ഇയർ സെഷൻ ഓപ്പൺ ചെയ്തതിൻ്റെ ഫസ്റ്റത്തെ ക്യാൻഡിൽ നോക്കി കറക്റ്റായിട്ട് വന്ന് ഓർഡർ ബ്ലോക്കിലേക്ക് ടച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓർഡർ ബ്ലോക്കുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷം വന്ന ഫസ്റ്റത്തെ ഓർഡർ ബ്ലോക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കാം. സേഫ് ആയിട്ട് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഈ മേജർ ഹൈ തൊട്ട് മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൻ്റെ ഹൈ വരെ നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. അതുപോലെ ടാർഗറ്റായിട്ട് നോക്കുകയാണെങ്കിലോ നമ്മൾ എൻട്രി എടുക്കാൻ മാത്രമാണ് 1 മിനിറ്റ് നോക്കിയത് അല്ലേ? അപ്പോൾ നമ്മൾ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യുന്നത് ഈ 5 മിനിറ്റിലെ ലോ വരെ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? 5 മിനിറ്റിലാണ് നമ്മൾ ട്രെൻഡ് കാര്യങ്ങൾ നോക്കിയത്. ഇവിടെ എൻട്രി എടുക്കാൻ മാത്രമാണ് നമ്മൾ 1 മിനിറ്റിൽ നോക്കിയത്, അല്ല കൺഫർമേഷൻ നോക്കിയത്. അപ്പോൾ നമുക്ക് ഈ 5 മിനിറ്റിലെ മേജർ ലോ വരെ വേണമെങ്കിൽ ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ അടുത്തൊരു 1:3 വരെ നമുക്ക് ഇതുപോലെ ടാർഗറ്റ് സെറ്റ് ചെയ്യാം. കാര്യങ്ങൾ ഓക്കെ അല്ലേ? നമ്മളിവിടെ ചെയ്ത ഫസ്റ്റത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ന്യൂ ഇയർ സെഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ എന്താണ്, ഫസ്റ്റ് ഇവിടെ ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ സ്ട്രോങ് ആയിട്ടുള്ളതെന്നാണ് ഫസ്റ്റ് ഇവിടെ മനസ്സിലാക്കിയത്. ഓക്കെ അല്ലേ? അതിലെ മേജർ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നപ്പോൾ എന്താണ്, നമ്മൾ നേരെ 1 മിനിറ്റിലെ കൺഫർമേഷൻ നോക്കി. 1 മിനിറ്റിലെ കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നോക്കി അതിനുശേഷം കിട്ടിയിട്ടുണ്ടായിരുന്ന ഓർഡർ ബ്ലോക്ക്, ഇതിലാണ് നമ്മളിവിടെ എൻട്രി എടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? 1 മിനിറ്റിൽ ഇവിടുന്ന് കൺഫർമേഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. പിന്നീട് ടാർഗറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് 1:3 വരെ അല്ലെങ്കിൽ 5 മിനിറ്റിലെ മേജർ ലോ ഇതുവരെ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഒരു ലോയിന് ബ്രേക്ക് ചെയ്തപ്പോൾ എന്താണ്, ഇത് വീണ്ടും സെല്ലിലേക്കുള്ളൊരു ട്രെൻഡായിട്ടും മാറി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രെൻഡും കാര്യങ്ങളൊക്കെ നോക്കി നാസ്ഡാക്കിൽ എൻട്രി എടുക്കുന്നത്. ഇത് ഫസ്റ്റത്തെ ഒരു എൻട്രി കൺഫർമേഷൻ ആണ് കേട്ടോ. ഇനി മറ്റൊരു എൻട്രി കൺഫർമേഷനും കൂടെ വരാനുണ്ട്, അത് നമുക്ക് മുന്നത്തോട്ടുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ.